നമുക്കിടയിലെ പല ആളുകളിലും ഇപ്പോഴും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇരട്ട വാഴപ്പഴം കഴിച്ചാൽ ഇരട്ട കുട്ടികളുണ്ടാകും. അതായത് 2 പഴം അത് ഒന്നിച്ചിരിക്കുന്നു, ഇരട്ട കൂടിയിരിക്കുന്നു, അത് കഴിച്ചാൽ 2 കുട്ടികൾ, ഒറ്റ പ്രസവത്തിൽ 2 കുട്ടികൾ ഉണ്ടാകുമോ? നമുക്കൊന്ന് നോക്കിയാലോ അതിൻ്റെ വിശദ വിവരണങ്ങൾ. അതുപോലെ തന്നെ ചിലർക്കിടയിലുള്ള ഒരു വിശ്വാസമാണ് പുരുഷന്മാരുടെ തലയിൽ മുടിച്ചുഴി അല്ലെങ്കിൽ തലച്ചുഴിയുണ്ട്. 2 തലച്ചുഴി മുടിച്ചുഴി ഉണ്ടെങ്കിൽ 2 വിവാഹം കഴിക്കും. ഇതൊക്കെ ഉള്ളതാണോ? അമ്മയിൽ നിന്നും തേങ്ങ തിന്നാൽ കല്യാണത്തിന് മഴ പെയ്യും. ചെറുപ്പകാലത്ത് ഇങ്ങനെ അമ്മിയിൽ നിന്നും അല്ലാതെ പാത്രത്തിൽ നിന്നൊക്കെ എത്രയോ ആളുകളാണ് തേങ്ങ വാരി തിന്നത്. തേങ്ങ ചെലവുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് തിന്നാൽ കല്യാണത്തിന് മഴ പെയ്യും. ഇതൊക്കെ ഉള്ളതാണോ? അതുപോലെ തന്നെ മറ്റൊന്നാണ് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും, പിറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പച്ചക്കുതിര വീട്ടിൽ വന്നാൽ നേർച്ചക്കടം ഉണ്ടാകും. ഇതൊക്കെ ഉള്ളതാണോ? മൂങ്ങ, കൂമൺ, അതിൻ്റെ ശബ്ദം കേട്ടാൽ ആ ശബ്ദം കേട്ട ആരെങ്കിലും ഒരാൾ മരണപ്പെടും. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങളിത് ഇല്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു മൂങ്ങയുടെ ഒച്ച ഞാൻ കേട്ടു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ അയൽവാസി മരിച്ച വാർത്തയാണ് ഞാൻ കേട്ടത്. പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. വിശദമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുണ്ട്. ഇതെവിടെ നിന്ന് വന്നതാണെന്നുള്ള വിശദമായ ചർച്ചയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കരുണാഭാരതിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, അതിലും പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങൾ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അതെല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കുമുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടിയ അന്ധവിശ്വാസമാണെന്നറിയില്ല. മറ്റൊരു അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ചില ആളുകൾക്കുള്ളതാണ്. അതായത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ, ഒറ്റക്കൊരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ പുറകിൽ ശൈത്വാൻ വരും, പിശാച് വരും. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പിശാച് വരാതിരിക്കാൻ നിസ്കരിക്കുന്നതിൻ്റെ പിറകിൽ ഭിത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, അതായത് ഭിത്തിയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ കസേര ഇട്ടിട്ട് ആ കസേരയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കുക, ഒരു തൂണുണ്ടെങ്കിൽ ആ തൂണിൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുക. ഇങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം, ഇതിപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള അന്ധവിശ്വാസമാണ്. ഇതുപോലെ ഒരുപാടുണ്ട്. ഇത് മുസ്ലിമീങ്ങൾക്കിടയിലാണെങ്കിൽ ക്രൈസ്തവരായ ചില ആളുകൾക്കിടയിൽ ചില അന്ധവിശ്വാസമുണ്ട്. എന്തെന്താണ്? അവർ ബൈബിൾ ഉണ്ടല്ലോ, അവരുടെ വേദഗ്രന്ഥം ബൈബിൾ, ആ ബൈബിള് ഇങ്ങനെ പിടിച്ച ഒരൊറ്റ തുറയാണ്. ആ തുറക്കുന്ന സമയത്ത് ഏത് പേജാണോ വന്നത് ആ പേജിലെ ആ പേജിലെ ആദ്യം കാണുന്ന ഭാഗം വായിച്ചാൽ ആഗ്രഹം സഫലീകരിക്കും. ഇത് ക്രൈസ്തവർക്കിടയിലെ ഒരു അന്ധവിശ്വാസമാണ്. ഇത് അന്ധവിശ്വാസമാണെന്ന് പറയാനുള്ള കാരണം, ഈ ഒരു വിശ്വാസത്തെ എതിർക്കുന്ന മറ്റ് ക്രൈസ്തവരായ ആളുകളുണ്ട്. അവർ പറയുന്നത് ഇത് അന്ധവിശ്വാസം അങ്ങനെ ഇല്ലാന്ന്. അതുപോലെ തന്നെ ചില ഹൈന്ദവർക്കിടയിൽ ചില അന്ധവിശ്വാസമുണ്ട്. അതായത് രാമായണം അതുപോലെ പുരാണങ്ങളൊക്കെ എടുത്തിട്ട് അവരാദ്യം ഒരു തുറയിലാണ്. ആ തുറയിൽ തുറക്കുന്ന സമയത്ത് ആ പേജിൻ്റെ വലതു ഭാഗത്തുള്ള ആദ്യത്തെ 7 വരികളും 7 അക്ഷരങ്ങളും കഴിഞ്ഞുള്ള ഭാഗം വായിച്ച് അർത്ഥം നോക്കിയാൽ ഭാവിയിൽ എന്താണോ സംഭവിക്കാനുള്ളത് അത് സംഭവിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ മതത്തിലും ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ ഇങ്ങനെ പലവിധ അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ ജാതി, മത, വർണ്ണ, വർഗ, ദേശ, ഭാഷ, ഭക്ഷണ വ്യത്യാസമില്ലാതെ എല്ലാവരിലും, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരിലും
ഓടി നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. കാലത്തെ കുറ്റം പറയരുത്. അതായത് ഒടുക്കത്തെ മഴ, ഒടുക്കത്തെ ചൂട്, ഒടുക്കത്തെ കാറ്റ്, അങ്ങനെയൊന്നും പറയാൻ ലാ തസുബ്ബുദ്ദഹർ, കാലഘട്ടത്തെ കുറ്റം പറയാൻ പാടില്ല എന്ന് നബി തങ്ങളുടെ ഹദീസുണ്ട്. അതുപോലെ തന്നെ ഖുദ്സിയായ ഒരു ഹദീസിലും കാണാം. ഇവിടെയാണ് വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങിയാൽ, വീട്ടിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങിയാൽ, അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ എതിരെ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾ ഒഴിഞ്ഞ പാത്രവുമായി വന്നാൽ, എടാ കാലമാടാ, എൻ്റെ ഇന്നത്തെ ദിവസം കളഞ്ഞല്ലോടാ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. വീട്ടിൽ നിന്നൊരു കാര്യത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞ പാത്രം, അതായത് ഒരു പാത്രം അതിലൊന്നുമില്ല, അതുമായിട്ട് വന്നാൽ, അല്ലെങ്കിൽ അത് കണ്ടാൽ, ഒഴിഞ്ഞ പാത്രം കണ്ടാൽ, അവിടെ എന്താണ്, ദുശ്ശകുനമാണ്, ആ പോകുന്ന കാര്യം നടക്കില്ല എന്ന് വിചാരിക്കുന്ന, അങ്ങനെ മനസ്സിൽ കരുതിയിട്ടുള്ള, അങ്ങനത്തെ അന്ധവിശ്വാസമുള്ള ഒരുപാട് പേര് നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിലുമുണ്ട്. അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ അടിസ്ഥാനമുണ്ട് എങ്കിൽ നമ്മുടെ വിശാലമായ നമ്മുടെ വീഡിയോകളുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, എഴുതാം. ഇത് ഒരു അടിസ്ഥാനവുമില്ല. മറ്റൊരു രസകരമായ അന്ധവിശ്വാസമാണ്, ഇരട്ട വാഴപ്പഴം കഴിച്ചാൽ ഇരട്ട കുട്ടികളുണ്ടാകും. ഇതൊക്കെ ഉള്ളതാണോ? പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഇരട്ടപ്പഴം തിന്നാൽ ഇരട്ടക്കുട്ടി ഉണ്ടാകും, മുരട്ടപ്പഴം തിന്നാൽ 3 കുട്ടി ഉണ്ടാകും. അതായത് 2 പഴം ഒന്നിച്ചിരിക്കുന്നു. അങ്ങനത്തെ പഴം തിന്നാൽ എന്ത് ചെയ്യും? അത് ഏത്തപ്പഴമാവട്ടെ, ചിങ്ങമ്പഴമാവട്ടെ, റോബസ്റ്റേ ആവട്ടെ, ചെറുപഴമാവട്ടെ, ഞാലിപ്പൂവൻ, അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട്. ഏത് പഴമാണെങ്കിലും അത് കൂടിയിരിക്കുന്ന, 2 പഴം കൂടിയിരിക്കുന്ന അത് കഴിച്ചാൽ ഇരട്ടക്കുട്ടികളുണ്ടാകും. 3 പഴം അടുപ്പിച്ച്, 3 പഴം കൂടിയത്, അതായത് മുരട്ടപ്പഴം, ആ 3 പഴം കൂടിയത് തിന്നാൽ 3 കുട്ടികളുണ്ടാകും. ഞാനും ചോദിക്കട്ടെ, ഇത് എവിടെ നിന്ന് കിട്ടി? ഇതിൻ്റെ ഒരു തുടക്കം പറയുന്നത് പണ്ടുള്ള ആളുകൾ അവരുടെ വാമൊഴിയായി വരമൊഴിയായി ഒക്കെ പറയുന്ന കാര്യമാണിത്. ചിലപ്പോൾ അത് പഴഞ്ചൊല്ലായിട്ട് പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ല് ഒരു കൗതുകത്തിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ അത് എന്തായി, പിന്നീടുള്ള കാലത്ത് അതൊരു അന്ധവിശ്വാസമായി മാറി. അതായത് ഇപ്പോൾ ഈ ഇരട്ടപ്പഴം തിന്നാൽ ഇരട്ടക്കുട്ടി ഉണ്ടാകുമെന്ന് ആ ഒരു വാക്യം വന്നതിൻ്റെ പിന്നിലെ ഒരു ഐതിഹ്യം പറയുന്നത്, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു ഓണസദ്യ കഴിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഓണസദ്യ കഴിക്കുമ്പോൾ സദ്യക്ക് എന്ത് കൊടുക്കും? പഴം കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് അവസാനം 2 പഴം കൂടിയ പഴമാണുള്ളത്. അത് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുക. ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് നിനക്ക് വേണോ? 2 പഴം കൂടിയ ഇരട്ടപ്പഴമാണ്, ഈ ഇരട്ടപ്പഴം കഴിച്ചാൽ നിനക്ക് ഇരട്ടക്കുട്ടി ഉണ്ടാകും, അതുകൊണ്ട് വേണോ എന്ന് ചോദിച്ചു എന്നാണ് ആ വിളമ്പുന്ന ആൾ. ആ സ്ഥലത്ത് നിന്നാണ്, അവിടെ നിന്നാണ് ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടി ഉണ്ടാകും എന്നുള്ള ആ ഒരു അന്ധവിശ്വാസം പരക്കാനുള്ള കാരണം. ഇപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു വിശ്വാസം ഇല്ല. ഇരട്ടപ്പഴം തിന്നാൽ ഇരട്ടക്കുട്ടി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. പക്ഷേ ഒരു ഇരട്ടപ്പഴം കണ്ടാൽ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത്, ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഇരട്ടക്കുട്ടി ഉണ്ടാകും എന്നാണ്. കാരണം നമുക്ക് ആ വിശ്വാസമില്ല എങ്കിലും അതിങ്ങനെ കേട്ട് നമ്മുടെ അത് തലയിലുണ്ട്. അതായത് നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരും കാർന്നോമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞിങ്ങനെ അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇരട്ടപ്പഴം കണ്ട ആദ്യം ഇരട്ടക്കുട്ടി ഉണ്ടാവും. അപ്പോൾ ഇതിൽ യാതൊരു കഴമ്പുമില്ല. ചിലപ്പോൾ ചില ആളുകൾ പറയും, അങ്ങനെ ഉസ്താദ് നിങ്ങളങ്ങനെ വെറുതെ അങ്ങനെ പറയില്ലേ, ഇപ്പോൾ എൻ്റെ എളിയമാടെ മകൻ അല്ലെങ്കിൽ മോള് അവൻ ഇരട്ടപ്പഴം തിന്നുമായിരുന്നു, ഇരട്ടക്കുട്ടി ഉണ്ടായി. എൻ്റെ മോനെ, അത് ഇരട്ടപ്പഴം തിന്നത് കൊണ്ട് ഇരട്ടക്കുട്ടി ഉണ്ടായതല്ല, അത് പടച്ചോൻ തീരുമാനിച്ചോ എനിക്ക് ഇരട്ടക്കുട്ടി വേണമെന്ന്. അങ്ങനെ ഇരട്ടക്കുട്ടി ഉണ്ടായി. അല്ലാതെ ഇരട്ടപ്പഴം തിന്നിട്ട് ഇരട്ടക്കുട്ടി, എത്രയോ ആളുകൾ തിന്നുന്നു ഇരട്ടക്കുട്ടി ഉണ്ടാവാൻ, എന്നിട്ട് എന്തേ ഉണ്ടാവാത്തത്? അപ്പോൾ അതിലൊരു യാതൊരു കഴമ്പുമില്ല. പിന്നെ മറ്റൊരു കൗതുകമുള്ള അന്ധവിശ്വാസമാണ് എന്തെന്നറിയോ? ആണുങ്ങളുടെ തലയുടെ ഉച്ചി, ഈ തലയുടെ ഉച്ചി ഉണ്ടല്ലോ, ആ ഉച്ചിയിൽ 2 മുടിച്ചുഴി ഉണ്ടെങ്കിൽ, അതിന് പല പേരാണ്, മുടിക്കുഴിയെന്നോ അല്ലെങ്കിൽ മുടിച്ചുഴിയെന്നോ പറയും. ഇങ്ങനെ തൊട്ട് നോക്കി കാണാം. അത് 2 എണ്ണം ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ 2 പെണ്ണ് കെട്ടുമെന്നാണ്. ഉസ്താദ് അത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയായ ആൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ആൾ അവൻ്റെ തലയിൽ 2 ചുഴിയുണ്ട്, അവൻ 2 പെണ്ണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ അത് 2 ചുഴി ഉള്ളത് കൊണ്ടല്ല അയാൾ 2 പെണ്ണ് കെട്ടിയത്, അത് പടച്ചോ വിധിച്ചോ അവൻ 2 പെണ്ണ് കെട്ടണമെന്ന്, അവൻ അതുകൊണ്ട് 2 പെണ്ണ് കെട്ടി. എത്രയോ ആളുകളുടെ തലയിൽ 2 ചുഴി ഉണ്ടാകും.
അപ്പോൾ ചിലപ്പോൾ ഒരു പെണ്ണെ കെട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഇതിങ്ങനെ അന്ധവിശ്വാസം മനസ്സിൽ കൊണ്ട് നടന്ന് ചിലപ്പോൾ ഭാര്യമാർ പോലും സംശയിച്ചിട്ടുണ്ടാവും, ഇയാൾക്ക് വേറെ എവിടെയോ ഏതോ പെണ്ണും പിള്ളേരും കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു അന്ധവിശ്വാസമാണേ. സ്ത്രീകളെ, ഉമ്മമാരെ, ആണുങ്ങളെ, അത് ആരും വിശ്വസിക്കാൻ നിൽക്കല്ലേ. അതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു തെളിവും അതിൻ്റെ കൂട്ടത്തിലില്ല. മറ്റൊരു രസകരമായ അന്ധവിശ്വാസമാണ് തേങ്ങ ചിരവുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് തിന്നാൽ കല്യാണത്തിന് മഴ പെയ്യും. ഇതെവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അതായത് ഇത് എനിക്ക് തോന്നുന്നു ഇതുണ്ടാവാനുള്ള കാരണം, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം പട്ടിണിയൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു തേങ്ങ തന്നെ കഷ്ടിച്ചാണ് ചിലപ്പോൾ കിട്ടുന്നത്. തേങ്ങ ഉണ്ടാകും, അത് വിറ്റിട്ട് പൈസ കൊണ്ട് ബാക്കി കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിർവഹിക്കുക. അപ്പോൾ ഈ തേങ്ങ ചിരവുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചിരകുന്ന സമയത്ത് അതിൽ നിന്ന് കുട്ടികളിങ്ങനെ വാരി എടുത്തുകൊണ്ട് പോയി അന്നൊക്കെ പട്ടിണിയാണല്ലോ, അപ്പോൾ തേങ്ങയെങ്കിൽ തേങ്ങ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് തേങ്ങ എടുക്കല്ലേ, തേങ്ങ ചിരവ് ഇവിടെ നിന്ന് എടുക്കുക. ചിലപ്പോൾ അത് ഇങ്ങനെ ചിരവിയിട്ട് അത് ചിലപ്പോൾ പാത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അരക്കുന്ന അമ്മിക്കല്ല് അതിലിട്ടിട്ട് ഇങ്ങനെ അരക്കാൻ വേണ്ടി ആയിരിക്കും തേങ്ങ വെച്ച്. അപ്പോൾ അമ്മിക്കല്ലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അമ്മിയിൽ നിന്നും തേങ്ങയെടുത്താൽ കല്യാണത്തിന് മഴ പെയ്യും. അമ്മിയിൽ നിന്നും തേങ്ങയെടുത്താൽ കല്യാണത്തിന് മഴ പെയ്യും. അപ്പോൾ ഇപ്പോൾ അമ്മിയൊന്നുമില്ല, ഇപ്പോൾ മിക്സി. അപ്പോൾ മിക്സിയിൽ നിന്നും തേങ്ങയെടുത്താൽ കല്യാണത്തിന് മഴ പെയ്യുമെന്ന് പറയേണ്ടി വരും. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ആ തേങ്ങ എടുക്കുന്ന സമയത്ത് പിള്ളേർ വന്നിങ്ങനെ എടുത്തെടുത്ത് പോയാൽ എന്താണ്, അത് തീർന്നു പോകും. അപ്പോൾ ആ കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞതായിരിക്കാം എന്ത്, കല്യാണത്തിന് മഴ പെയ്യും കേട്ടോ എന്ന്. അങ്ങനെ ഏതോ ആരോ എവിടെയോ പറഞ്ഞു, അതിങ്ങനെ അന്ധവിശ്വാസമായിട്ട് വരുന്നു. അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ ചില സഹോദരിമാർ പറയും, ഉസ്താദേ നിങ്ങൾ വെറുതെ പറയല്ലേ, കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഉമ്മ ഇങ്ങനെ തേങ്ങ അരക്കുന്ന സമയത്ത് ഒരുപാട് തേങ്ങ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ എൻ്റെ കല്യാണത്തിന് നല്ല മഴ ഉണ്ടായിരുന്നു. ഇനി എൻ്റെ കല്യാണത്തിന് ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണത്തിന് മഴ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തേങ്ങ നിന്നതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് പെയ്യാൻ പറ്റാത്ത മഴ എൻ്റെ മോളുടെ കല്യാണത്തിന് പെയ്തു. എന്തൂട്ട് പൊട്ടത്തരമാണോ? ചിലപ്പോൾ അത് മഴക്കാലത്ത് കൊണ്ട് കല്യാണം വെച്ചാൽ പിന്നെ മഴ പെയ്യാതിരിക്കുമോ? അതല്ല ഉസ്താദ്, മഴ ഇല്ലാത്ത കാലമായിരുന്നു. എൻ്റെ പിന്നെ ഇപ്പോൾ നോക്കിയേ, ജനുവരി എന്ന് പറഞ്ഞാൽ അത് മഴ ഇല്ലാത്ത കാലമാണ്, തണുപ്പിൻ്റെ കാലമാണ്. ഇപ്പോൾ നല്ല മഴ ഒരുപാട് സ്ഥലത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ മാറി അങ്ങനെ മഴ പെയ്തതാവാം, അല്ലാതെ തേങ്ങ തിന്നത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ അത് സത്യമായിരിക്കാം. കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. ചിലപ്പോൾ എൻ്റെ ഒരു രൂപം, അതായത് ഇപ്പോൾ നാളെ എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരും. അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, വിരുന്നുകാർ വരുന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇറച്ചി വാങ്ങി ഇറച്ചി കഴുകും. അല്ലെങ്കിൽ നല്ല മീനൊക്കെ വാങ്ങി മീനിങ്ങനെ കഷ്ണിക്കുകയോ അല്ലെങ്കിൽ അത് മുറിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ വിരുന്നുകാർക്ക് വേണ്ടി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഭക്ഷണ സാധനത്തിൻ്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ കാക്ക ഒന്നോ രണ്ടോ ഒക്കെ വരും. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞാൽ അതെ കാക്ക വന്നിട്ടുണ്ട്, വിരുന്നുകാർ വരും. സത്യത്തിൽ വിരുന്നുകാർ നാളെ വരാനിരിക്കുക. അപ്പോൾ കാക്ക വന്നത് കൊണ്ടല്ല വിരുന്നുകാർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതിങ്ങനെ വളച്ചിട്ട് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. അങ്ങനെ ഒരു വിശ്വാസം ഒരു സ്ഥലത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാക്ക ചത്താൽ, അല്ലെങ്കിൽ ഒരു കാക്കയെ മറ്റേതെങ്കിലും ജീവി ഉപദ്രവിച്ചാൽ ഒരുപാട് കാക്കകൾ കരഞ്ഞുകൊണ്ട് അവിടെ വരും. എന്ന് വെച്ചാൽ ആ കരച്ചിൽ കേട്ട ഭാഗത്തെല്ലാം വിരുന്നുകാർ വരുമെന്നാണോ? അപ്പം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. അതുപോലെ തന്നെ വളരെയധികം വേട്ടയാടപ്പെടുന്ന ഒരു പാവജീവിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പൻ എന്ന് പറയാറുണ്ട്, ചില നാട്ടിൽ ചെമ്പോത്ത് എന്ന് പറയാറുണ്ട്. അതായത് കണ്ണിങ്ങനെ രണ്ട് കണ്ണും ചുവന്നിരിക്കുന്നൊരു ജീവിയാണ്. ചിറകും ഏകദേശം ഒന്ന് ചുമന്നിരിക്കും. അപ്പോൾ ആ ഒരു ജീവിയെ കണ്ടാൽ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെക്കാൾ സീനിയറായ ആളുകൾ പറഞ്ഞു തന്ന ആ ഒരു അന്ധവിശ്വാസം ഞങ്ങളത് പേറി നടക്കുമായിരുന്നു. എങ്ങനെ? അതിനെ കണ്ടാൽ കാശിത 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 ഇങ്ങനെ 3 പ്രാവശ്യം കൈയടിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ കാശ് നോക്കി നടന്നാൽ കാശ് കിട്ടുമെന്നാണ്. അങ്ങനെ കാശ് കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ അത് കാശ് ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ നിന്ന് വീണ് പോയതായിരിക്കാം, അതാണ് ഈ കിട്ടിയത്. അപ്പോൾ അതെന്താണ്, അതൊരു വിശ്വാസമായിട്ട് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം അങ്ങനെ കാശ് കിട്ടും അല്ലെങ്കിൽ കാശ് താ ആരോടാ പറയുന്നത്? ആ ജീവിയോടാണ് പറയുന്നത്. ആ ഉപ്പൻ, ആ ചെമ്പോത്തെന്ന് പറയുന്ന ജീവിയോടാണ് പറയുന്നത് കാശ് താന്ന്. അല്ലാ, എന്താ അല്ലേ, എന്തൊക്കെ പൊട്ടത്തരമാണ് നമ്മുടെ ഇന്നത്തെ കാലത്തും പണ്ടത്തെ കാലത്തും ഒക്കെ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരുന്നത്. ഞാനീ പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ് കേട്ടോ.
ഞാൻ ഈ പണ്ട് 6-ലോ 7-ലോ ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്ത കാര്യം കാശ് അതായത് ഇപ്പം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പൊട്ടത്തരമാണ് നമ്മുടെ ഇന്നത്തെ കാലത്തും പണ്ടത്തെ കാലത്തും ഒക്കെ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരുന്നത്. ഇതൊക്കെ വെറുതെ മൗഢ്യമാണ്, അതൊക്കെ വെറുതെ മണ്ടത്തരമാണ്, അതൊന്നും ഇല്ലാത്തതാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത്. കാരണം അതിങ്ങനെ തലമുറയായിട്ട് ആ ഒരു ഇല്ലാത്ത കാര്യം അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകും. അപ്പോൾ അതൊരു കളവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ശിക്ഷയുടെ ഭാഗം നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾ പേറാൻ പാടില്ല. പിന്നെ ഇതുപോലെ തന്നെ വളരെയധികം ഹറാസ്മെൻറ്റ് ചെയ്യപ്പെട്ട ഒരു ജീവിയാണ് മൂങ്ങ. ചില സ്ഥലത്ത് കൂമൺ എന്ന് പറയും, ചില സ്ഥലത്ത് കുറ്റിച്ചൂലാൻ എന്ന് പറയും. മൂന്നും ഒരു ജീവി തന്നെ. അതായത് ഇത് ഏതെങ്കിലും ഒരു വീടിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മരത്തിലൊക്കെ വന്നിരുന്നിങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ മൂളും. ആ മൂളിച്ച കേട്ടാൽ അത് മൂളുന്ന ആ മൂളിച്ച കേൾക്കപ്പെടുന്ന പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ മരണം സംഭവിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് സംഭവം. ആ മൂങ്ങയുടെ എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയമുണ്ടാകും. അതിൻ്റെ ഇടയിലാണെന്ത്, അതിൻ്റെ ശബ്ദം കേട്ട ഏതോ ഒരു വീട്ടുകാരൻ മരിക്കും എന്നതുകൂടി കേൾക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഭീകരമായ അവസ്ഥ പിന്നെ വരാനുണ്ടോ? സത്യം പറഞ്ഞാൽ അത് ഇല്ല. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങളിത് ഇല്ല എന്നെങ്ങനെയാണ് പറയുന്നത്? കാരണം ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു മൂങ്ങയുടെ ഒച്ച ഞാൻ കേട്ടു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ അയൽവാസി മരിച്ച വാർത്തയാണ് ഞാൻ കേട്ടത്. എൻ്റെ പൊന്നെ, ഞാൻ പറയട്ടെ, ഇത് അയൽവാസി മരിക്കാനുള്ള കാരണം ആ കൂമൻ വന്ന് കൂകിയതല്ല. അയൽവാസി മരിച്ചത് അള്ളാഹുവിൻ്റെ വിധി. ആ കൂമൻ വന്നതോ അത് എവിടെയോ പോയി വന്നപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് കൂകിയെന്നല്ലാതെ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ അദുവ വലാ തീറത്ത വലാ ഹാമത്ത. ഈ വലാ ഹാമത്ത എന്നതിൻ്റെ അർത്ഥം പക്ഷികളുമായിട്ടുള്ള ദുശ്ശകുനം. പക്ഷികൾ വന്നാൽ, ചില പക്ഷികൾ കിളികൾ വന്ന് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മരണം സംഭവിക്കുമെന്നും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നും ഷർറുണ്ടാകുമെന്നും അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം അതൊക്കെ വെറുതെ ഇല്ലാത്തതാണ് എന്ന് നമുക്ക് കിതാബുകളിൽ ഇത് ഹദീസാണ് വലാ ഹാമത്ത, പക്ഷിയുടെ ദുശ്ശകുനം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കും നമ്മളെ ഉപദ്രവിക്കാനോ ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കാനൊന്നും ഒരു കഴിവുമില്ല. അതെല്ലാം അല്ലാഹു തആല നിർണ്ണയിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അന്ധവിശ്വാസമാണ് പിറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല. പിറകിൽ നിന്ന്, അതായത് പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ പിറകിൽ നിന്നും മോനെ നിൽക്കുന്നോ അല്ലെങ്കിൽ പിറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല. പിറകിൽ നിന്ന് വിളിക്കാതെ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ, ഞാനിപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി ജോലിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അന്ധവിശ്വാസ പ്രകാരം എന്താണ്, എൻ്റെ പേഴ്സോ അല്ലെങ്കിൽ ഫോണോ മറന്നു പോയാൽ എന്നെ പുറകിൽ നിന്നും വിളിക്കാൻ പാടില്ല. ആ പേഴ്സും ഫോണുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് തരണം. ഇതെവിടെ നിന്ന് കിട്ടിയ അന്ധവിശ്വാസമാണെന്നറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു അന്ധവിശ്വാസമാണ്, ഒരാൾ വീട്ടിൽ നിന്നും ഒരു കാര്യത്തിനായി ഇറങ്ങിയിട്ട് അപ്പോഴാണ് ഓർക്കുന്നത്, എൻ്റെ വല്ലുമ്മ ഉള്ളിലുണ്ട്, വല്ലുമ്മാനോട് യാത്ര പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വല്ലുമ്മാനോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചു അത് എടുക്കാൻ മറന്നല്ലോ. തിരിച്ച് വീട്ടിലേക്ക് കയറൂല. തിരിച്ച് വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വീട്ടിലുള്ള ആളെ കൊണ്ട് ആ സാധനം എടുപ്പിക്കും. ഇങ്ങനെയുള്ള അന്ധവിശ്വാസം, ഇത് ഒന്നും അറിയില്ലാത്തവരല്ല, ഇന്നത്തെ വലിയ വിദ്യാസമ്പന്നരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഈ ഒരു അന്ധവിശ്വാസം കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തതാണ്. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പറഞ്ഞ് അവൻ ഇറങ്ങുക. അവൻ ഇറങ്ങിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ മറന്നുപോയാൽ തിരിച്ച് വീട്ടിലേക്ക് കയറുക. തിരിച്ച് ചെരുപ്പ് ഊരിയിട്ട് വീട്ടിലേക്ക് കയറി സാധനം എടുത്തിട്ട് വീണ്ടും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞു പോവുക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. പിന്നെ അന്നത്തെ കാലത്ത്, ഈ പണ്ടുള്ള കാലത്തൊക്കെ ഒന്ന് ഇറങ്ങിയാൽ പിന്നെ വീട്ടിലേക്ക് കയറണ്ട എന്നൊക്കെ കാരണവന്മാർ പറയാനുള്ള കാരണം ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാവാം. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പോട്ടെ, പിന്നേക്ക് വരണ്ട എന്നൊക്കെ ആയിരിക്കാം അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നതെന്താക്കി, ഒരു കാര്യം എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറിയാൽ അത് വലിയ ദുശ്ശകുനമായിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതില്ലാത്തതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം നിർത്തുകയാണ്. അതായത് പച്ചത്തുള്ളൻ അല്ലെങ്കിൽ പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചക്കെണിയൻ, പച്ചവെട്ടിൽ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടല്ലോ. ആ ഒരു ജീവി വീട്ടിൽ വന്നാൽ കാശുണ്ടാകും, ധനമുണ്ടാകും, അതുപോലെ തന്നെ മക്കളിൽ ഐശ്വര്യമുണ്ടാകും. അതുപോലെ തന്നെ പച്ചക്കുതിര, ഈ പച്ചത്തുള്ളം വന്നാൽ നേർച്ചക്കടം വീടാനുണ്ട് എന്നൊക്കെ പറയുന്ന ഉമ്മമാരും അതുപോലെ വല്ലുമ്മമാരും വല്ലുപ്പമാരും ഉണ്ട്. അതൊന്നും ഇല്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതൊന്നും ഒരു അടിസ്ഥാനം, എവിടെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിലല്ലേ പറയേണ്ടുള്ളൂ. ഒരു അടിസ്ഥാനവുമില്ല. ഇത് ഒരുപാട് ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് പേരോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറയും ഇതൊന്നും അടിസ്ഥാനമില്ല, ഇതൊക്കെ പണ്ട് ആരോ പറഞ്ഞതാണ്.
ഒരു പച്ചക്കുതിരയെ കണ്ടപ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പച്ചത്തുള്ളം ഒരു പച്ചക്കുതിര കണ്ടു, വെറുതെ ഒരു ഡയലോഗ് അടിച്ചതാ, എന്തോ ഒരു നേർച്ചക്കടം വീടാനുണ്ട്, അല്ലെങ്കിൽ എന്തോ കാശ് കിട്ടാൻ വേണ്ടിയാണ് പച്ചക്കുതിര വന്നത്, വെറുതെ ഒന്ന് അടിച്ചു വിടുക, വെറുതെ ഒന്ന് പറഞ്ഞതാ, അതിങ്ങനെ വ്യാപിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതില്ലാത്തതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ കാശ് കൂടാനൊക്കെ ആണെങ്കിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. അത് അള്ളാൻ്റെ റസൂൽ ഹബീബ് നമുക്ക് പറഞ്ഞ ഖുർആനിലുള്ളതാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. വീട്ടിൽ ബറക്കത്തുണ്ടാകും, ഖൈറുണ്ടാകും, അള്ളാഹുവിൻ്റെ വലിയ സമാധാനമുണ്ടാകും. അല്ലാതെ പച്ചക്കുതിരയെ കൊണ്ടുവന്ന് വെച്ചിട്ടാൽ അതിൽ യാതൊരു കാശും ഉണ്ടാവില്ല, അതിൽ യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് അന്ധവിശ്വാസമാണെന്നറിയാം. പിന്നെ എന്തിനാ ഉസ്താദ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നത് എന്നൊന്നും ആരും വിചാരിക്കില്ല. കാരണം ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. അത് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ. അത് വേണ്ട എന്നുള്ള ഒരു താക്കീതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായും തരുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇബാദത്തുകൾ കൃത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് എതിരെയുള്ള അല്ലെങ്കിൽ ദീനുമായി ബന്ധമില്ലാത്ത ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നല്ല സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.